പന്നിവാല്. അന്നുവരേക്കും ടോട്ടോച്ചാന് 2 വലിയ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്. 1, അത്ലറ്റിക് ബ്ലൂമേഴ്സ് ധരിക്കുക. 2, തലമുടിയിൽ പന്നിവാല് പിന്നിയിടുക. തീവണ്ടിയിൽ വെച്ച് മുതിർന്ന വിദ്യാർത്ഥിനികളെ കാണുമ്പോൾ അവരുടെ നീളത്തിൽ പിന്നിയിട്ട ഭംഗിയുള്ള തലമുടി അവൾ കൊതിയോടെ നോക്കാറുണ്ട്. തനിക്കും അതേമാതിരി മുടി കെട്ടിയിടണം അവൾ നിശ്ചയിച്ചു. ക്ലാസ്സിലെ മറ്റു പെൺകുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി ടോട്ടോച്ചാൻ മുടി നീട്ടി വളർത്തിയിരുന്നു. തലയുടെ ഒരു വശത്തേക്ക് മാറ്റി വകുപ്പെടുത്ത് കോതിയൊതുക്കിയ മുടി റിബൺ കൊണ്ട് കെട്ടിയിടും. ആ രീതി അമ്മയ്ക്കിഷ്ടമായിരുന്നു. മുടി വളർത്തിയെടുക്കേണ്ടത് അവളുടെയും ആവശ്യമാണ്. പന്നിവാല് പിന്നിടേണ്ടതല്ലേ? അങ്ങനെ ഒരു ദിവസം ആ സ്വപ്നം യാഥാർത്ഥ്യമായി. അമ്മ അവളുടെ കൊച്ചു തലയിൽ പന്നിവാല് പിന്നിക്കൊടുത്തു. 2 കുഞ്ഞു പന്നിവാലുകൾ. വാലിൻ തുമ്പുകൾ റബ്ബർ ബാൻഡ് ഇട്ട് സുരക്ഷിതമാക്കി. റിബണുകൾ കൊണ്ട് അലങ്കരിച്ചു. പക്ഷേ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് അവൾക്കൊരു സത്യം മനസ്സിലായത്. മുതിർന്ന കുട്ടികളുടേതിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ പിന്നിൽ തീരെ നേർത്തതും കുറിയതുമാണ്. ശരിക്കും ഒരു പന്നിയുടെ വാല് പോലെ തന്നെയുണ്ട്. എന്തെങ്കിലും ആവട്ടെ, അവൾ റോക്കിയുടെ അരികിലേക്കോടി. അവന് കാണാനായി തൻ്റെ വാലുകൾ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ച് അവൾ നിന്നു. റോക്കി 1-2 തവണ മിഴിച്ചു നോക്കി. നിന്റെ മുടിയും ഞാൻ പിന്നിത്തരാം ട്ടോ, അവൾ പറഞ്ഞു. പിന്നൽ അഴിഞ്ഞു പോയാലോ എന്ന് കരുതി തീവണ്ടിയിൽ കയറുമ്പോൾ അവൾ തല ആവുന്നിടത്തോളം നിവർത്തി ഒരു നിശ്ചല വസ്തു പോലെ സൂക്ഷിച്ചു. എത്ര ഭംഗിയുള്ള പിന്നല് എന്ന് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ. ട്രെയിനിലിരിക്കുമ്പോൾ അവർ പ്രതീക്ഷാപൂർവ്വം സങ്കല്പിച്ചു നോക്കി. ഹായ്, എന്ത് രസമായിരിക്കും. പക്ഷെ അതുണ്ടായില്ല. ആരും അതേക്കുറിച്ച് ചോദിച്ചില്ല. ഏതായാലും സ്കൂളിലെത്തിയതും മിയോച്ചാൻ, സാക്കോച്ചാൻ, കീക്കോ, ഓക്കി എന്നിവർ അത്ഭുതത്തോടെ അവളുടെ ചുറ്റും കൂടി. അമ്പോ, പന്നിവാല്, അവർ ഒന്നിച്ചു പറഞ്ഞു. കൊച്ചു ടോട്ടോയ്ക്ക് പരമസംതൃപ്തിയായി. വേണമെങ്കിൽ പതിയെ തൊട്ടു നോക്കിക്കോളൂ, അവൾ അവർക്ക് അനുവാദം കൊടുത്തു. ആൺകുട്ടികളെ അതേതായാലും പെട്ടെന്ന് ആകർഷിച്ചില്ല. പക്ഷേ ഊണ് കഴിഞ്ഞുള്ള ഇടവേളയിൽ യാദൃശ്ചികമായി അത് സംഭവിച്ചു. അയ്യോടാ, ടോട്ടോച്ചാൻ്റെ പുത്തൻ ഹെയർ സ്റ്റൈൽ കണ്ടോ? അവളുടെ ക്ലാസ്സിൽ തന്നെയുള്ള ഓയെ ഉച്ചത്തിൽ വിളിച്ചു കൂവി. ഇതാണ് പന്നിവാല്, ടോട്ടോച്ചാൻ അഭിമാനപൂർവ്വം പ്രസ്താവിച്ചു. ആൺകുട്ടികളിൽ ഒരാൾ അത് ശ്രദ്ധിച്ചതിൽ അവൾക്ക് ആഹ്ലാദം തോന്നി. ഇതിനിടയിൽ 2 കൈകൾ ഉയർത്തി അവളുടെ ഞാന്നു കിടക്കുന്ന പന്നിവാലിന് മുകളിൽ പിടിമുറുക്കിക്കൊണ്ട് ഓയെ പറഞ്ഞു. നല്ല ക്ഷീണം, ഇത്തിരി നേരം ഇതിൽ തൂങ്ങിക്കിടക്കാന്ന് തോന്നുന്നു. ഇത് ട്രെയിനിൻ്റെ കൈപ്പിടിയേക്കാൾ സ്റ്റൈലായിട്ടുണ്ടല്ലോ. പക്ഷേ കുഴപ്പം അവിടെ തീർന്നില്ല. ഈർക്കിൽ പോലുള്ള ടോട്ടോച്ചാൻ്റെ ഇരട്ടി വലിപ്പമുണ്ട് ഓയയ്ക്ക്. എന്നു മാത്രമല്ല, ക്ലാസ്സിലെ ഏറ്റവും തടിയൻ കുട്ടി അവനായിരുന്നു. മുടിക്കെട്ടിൽ അവൻ്റെ കൈകൾ മുറുകിയതും നീലത്തേറ്റി അവൾ ഠപോന്ന് ചന്തിയിടിച്ചു വീണതും ഒന്നിച്ചു കഴിഞ്ഞു. കൈപ്പിടിയെന്ന് പറഞ്ഞ് ചങ്കുരുകി പോകുംവണ്ണം കളിയാക്കിയതു തന്നെ അവൾക്കധികമായിരുന്നു. പോരാഞ്ഞിട്ട് നിഷ്കരുണം തറയിൽ തള്ളിയിടുകയും ചെയ്തിരിക്കുന്നു. വീണു കിടക്കുന്ന അവളെ കായികമേളയിലെ വടം വലിയിലെന്ന പോലെ ഏലാ ഐലസാ വിളിയോടെ ഓയെ പന്നിവാലിൽ പിടിച്ചുയർത്താൻ കൂടി തുടങ്ങിയപ്പോൾ ടോട്ടോച്ചാൻ ഉറക്കെ കരഞ്ഞുപോയി. ടോട്ടോച്ചാനെ സംബന്ധിച്ചിടത്തോളം പന്നിവാല് മുതിർന്ന പെൺകുട്ടിയുടെ അംഗീകൃത ലക്ഷണമായിരുന്നു. അതുള്ളതിനാൽ എല്ലാവരും തന്നോട് ഭവ്യതയോട് പെരുമാറുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. കരഞ്ഞുകൊണ്ട് അവൾ മാസ്റ്ററുടെ മുറിയിലേക്ക് ഓടി. ഗദ്ഗതത്തോടെയുള്ള മുട്ടൽ കേട്ട് മാസ്റ്റർ വാതിൽ തുറന്നു. പതിവ് പോലെ ഇടുപ്പിൽ കൈകൾ ഊന്നി അദ്ദേഹം മെല്ലെ കുനിഞ്ഞു. ഇപ്പോൾ ഇരുവരുടെയും കൺകോണുകൾ ഒരേ നിരപ്പിലായി. എന്തു പറ്റി? അദ്ദേഹം ചോദിച്ചു. ഓയെ ഏലായിലസ പാടിക്കൊണ്ട് ഇത് പിടിച്ചു വലിച്ചു. പന്നിവാല് യഥാസ്ഥാനത്തു തന്നെയുണ്ടെന്ന് തപ്പി നോക്കി ഉറപ്പുവരുത്തിയ ശേഷം അവൾ പറഞ്ഞു. മാസ്റ്റർ അവളുടെ തലമുടിയിലേക്ക് നോക്കി. കണ്ണീരണിഞ്ഞ മുഖത്തിനു തികച്ചും അനുചിതമായ അവളുടെ പന്നിവാല് ചുറുചുറുക്കോടെ ആടിക്കളിക്കുന്നുണ്ടായിരുന്നു. മാസ്റ്റർ ഇരുന്നു. അഭിമുഖമായുള്ള കസേരയിൽ ടോട്ടോച്ചാനും. അദ്ദേഹം പതിവ് പോലെ തൻ്റെ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചു. കരയണ്ടാട്ടോ, അദ്ദേഹം പറഞ്ഞു. നിന്റെ മുടി മനോഹരമായിട്ടുണ്ട്. മാസ്റ്റർക്ക് ഇഷ്ടമായോ? ലജ്ജയോടെ ആണെങ്കിലും കണ്ണീർ വീണു വിവർണമായ മുഖം മെല്ലെ ഉയർത്തി അവൾ ചോദിച്ചു. പിന്നെ ഉഗ്രനായിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. ടോട്ടോച്ചാൻ കരച്ചിൽ നിർത്തി. അവൾ കസേരയിൽ നിന്ന് ചാടിയിറങ്ങി. എന്നിട്ട് പറഞ്ഞു. ഓയെ, ഇനി ഏലെ ഐലസ പാടിയാൽ പോലും ഞാൻ കരയില്ല. മന്ദസ്മിതം നിറഞ്ഞ സമ്മതഭാവത്തിൽ മാസ്റ്റർ തലകുലുക്കി. ടോട്ടോച്ചാൻ്റെ മുഖത്തും വിടർന്നു ഒരു പുഞ്ചിരി. പ്രസന്നമായ ആ മുഖം പന്നിവാലിന് നന്ദി ചേർന്നു. മാസ്റ്ററെ തലകുനിച്ച് വന്നിച്ച ശേഷം അവൾ കൂട്ടുകാരോടൊപ്പം ചേരാനായി തിരികെ മൈതാനത്തിലേക്ക് ഓടി. തല ചൊറിഞ്ഞുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഓയെ കാണുമ്പോൾ താൻ കരഞ്ഞ കാര്യം തന്നെ അവൾ മറന്നുപോയിരുന്നു. മുടി പിടിച്ചു വലിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു, മുഴക്കമുള്ള മ്ലാനമായ ശബ്ദത്തിൽ ഓയെ പറഞ്ഞു. മാസ്റ്റർ എന്നെ ശകാരിച്ചു. പെൺകുട്ടികളോട് ഹൃദ്യമായി പെരുമാറണമെന്നും പറഞ്ഞു. അവരോട് മര്യാദക്കേട് കാണിക്കാൻ പാടില്ലെന്നും അവരെ സംരക്ഷിക്കണമെന്നും പറഞ്ഞു.
ടോട്ടോ ചാന് ഒരളവോളം അമ്പരപ്പാണുണ്ടായത്. പെൺകുട്ടികളോട് ഹൃദ്യമായി പെരുമാറണമെന്ന് ആരെങ്കിലും പറയുന്നത് അവൾ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. ആൺകുട്ടികൾക്കായിരിക്കും എല്ലായ്പ്പോഴും പ്രാമുഖ്യം. ഒരുപാട് കുട്ടികൾ ഉള്ളതായി തനിക്കറിയാവുന്ന കുടുംബങ്ങളിലെല്ലാം ആൺകുട്ടികളാണ് പ്രധാനികൾ. ഊണിനായാലും ലഘുഭക്ഷണ വേളകളിലായാലും ആദ്യം വിളമ്പുക അവർക്കായിരിക്കും. ചില അമ്മമാർ പെൺകുട്ടികൾ സംസാരിക്കുമ്പോൾ ശാസിക്കുന്നത് കേൾക്കാം. നിർത്ത്, നിന്റെ ചിലപ്പോൾ പെൺകുട്ടികളെ കണ്ടാൽ മതി, കേൾക്കണ്ട. അതൊക്കെ ഇരിക്കട്ടെ, മാസ്റ്റർ ഓയയോട് പറഞ്ഞിരിക്കുന്നു പെൺകുട്ടികളെ സംരക്ഷിക്കണമെന്ന്. സംരക്ഷിക്കുകയോ? ടോട്ടോ ചാന് വിചിത്രമായി തോന്നി. എങ്കിലും അതവൾക്ക് ഇഷ്ടപ്പെട്ടു. സംരക്ഷിക്കപ്പെടുക, ഹായ്, കൊള്ളാം. ഓയയ്ക്ക് അതൊരാഘാതമായിരുന്നു. പെൺകുട്ടികളോട് മര്യാദയോടെ സ്നേഹത്തോടെ പെരുമാറാത്തതിന് ശാസിക്കപ്പെടുക ബഹുകേമം തന്നെ. മാത്രമല്ല, അന്ന് ആദ്യമായിട്ടായിരുന്നു മാസ്റ്ററിൽ നിന്ന് അവൻ ശകാരത്തിൻ്റെ ഭാഷ കേട്ടത്. ആ ദിനം അവൻ ഒരിക്കലും മറക്കില്ല. ടോമോയിൽ വച്ച് മാസ്റ്റർ അവനെ ആദ്യമായും അവസാനമായും ശകാരിച്ച ദിനം.